പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. ദക്ഷ 2026ലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം സോണിൻ്റെ കൾച്ചറൽ മീറ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഈവൻറ്റ് സംഘടിപ്പിക്കപ്പെടുന്നത്. തിരക്കു പിടിച്ച ദൈനംദിന ജീവിതത്തിൽ ഒരു റിലാക്സേഷൻ ആർക്കാണ് വേണ്ടാത്തത്? ലെറ്റ്സ് മേക്ക് ടുഡേ ഓൾ അബൌട്ട് റിലാക്സേഷൻ ആൻഡ് എൻജോയ്മെൻറ്റ്. ഈ പരിപാടിക്ക് ഒരു ഔപചാരിക തുടക്കം അത്യാവശ്യമാണ്. ദക്ഷ 2026ൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി എറണാകുളം സോണൽ മാനേജർ ശ്രീ പ്രദീപ് രഞ്ജൻ പോൾ, ഡെപ്യൂട്ടി സോണൽ മാനേജർ ശ്രീ എസ് നടരാജൻ, HR ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ മാനേജർ ശ്രീ അജിത് KA, ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ G സനിൽകുമാർ, ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള ജനറൽ സെക്രട്ടറി ശ്രീ സന്ദീപ് നാരായൺ എന്നിവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. I cordially invite the dignitaries to the dais for the inaugural ceremony. ഒരു പ്രാർത്ഥനാ ഗീതത്തോടെ നമുക്ക് ചടങ്ങ് ആരംഭിക്കാം. അതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അശ്വതി ചന്ദ്രമോഹൻ, അശ്വതി ബി നായർ, അഞ്ജലി മഹേഷ്, പ്രവിത NP, രാജീവ് ശങ്കർ. ഭദ്രദീപം കൊളുത്താനായി വേദിയിലെ മുഴുവൻ വ്യക്തികളെയും ക്ഷണിക്കുന്നു. ലെറ്റ്സ് സ്റ്റാൻഡ് അപ്പ് ഫോർ ലൈറ്റനിങ് ദ ലാമ്പ് സെറമണി. പ്ലീസ് ബി സീറ്റഡ്. സ്വാഗതം ആശംസിക്കാനായി HR സീനിയർ മാനേജർ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ദക്ഷ 2026 തുടങ്ങുന്നതിന് മുമ്പായി നമുക്കെല്ലാവർക്കും നമ്മോടൊപ്പം വർക്ക് ചെയ്തിരുന്ന നമ്മുടെ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സ്റ്റാഫ് ലീന മാഡം ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. ക്യാൻസറുമായുള്ള പോരാട്ടത്തിൽ അവരെന്നേക്കുമായി കീഴടങ്ങി. സോ ലെറ്റ്സ് stand up and pay 1 minute homage to her.
So, respected zonal manager Pradeep Ranjan Paul sir, deputy zonal manager Natarajan sir, and my dear colleagues. Daksha 2026. ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ് ആക്ച്വലി സോണൽ വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു സജഷനായി വന്നപ്പം ഒരു ആർട്സ് ഈവൻറ്റ്, ഐ മീൻ അത് വളരെ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൻ്റെ ക്ലോസ് ആയിരുന്നു. ഒരു സ്പോർട്സ് ഈവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ഇൻസ്പിറേഷനാണ് ഒരു ആർട്സ് ഈവൻറ്റ്. നമ്മൾ ഈ ഡെയിലി ഓഫീസ് വർക്ക് മാത്രം, ഡിറ്റോ വർക്ക് മാത്രം ചെയ്ത് വീട്ടിൽ പോകുന്നവർക്ക് നമ്മളുടേതായ ടാലൻറ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു വേദി പല ബാങ്കുകളും ഇങ്ങനെയുള്ള ഈവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ബാങ്കിൽ നമ്മളുടെ അസോസിയേഷനും യൂണിയനും ഒക്കെ സെലക്റ്റീവ്ലി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ഈ സംഘാടകർ ഉദ്ദേശിച്ചത്. ഒരു നമ്മളൊക്കെ എല്ലാവരും കോളേജ് ലൈഫ് കഴിഞ്ഞ് വന്നവരാണ്. അപ്പം തിരിച്ച് അതേ ഒരു ക്യാമ്പസ് ലൈഫിലേക്ക് വരുമ്പം നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഒരു വൈബ്. അതുവഴി നമ്മൾ വളരെയധികം പേരും അവരുടെ ഉള്ളിലുള്ള ആ ടാലൻറ്റ്, പലരും ഈ ടാലൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നവരുടെ ബാത്റൂമിലായിരിക്കാം പലരും, പക്ഷേ ആ ടാലൻറ്റ് വീണ്ടും പുറത്ത് കാണിക്കുവാനുള്ള ഒരു വേദി അതൊരുക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ ഈ സംഘടിപ്പിച്ച ഈ പറഞ്ഞ പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ദം ആൻഡ് ഹോപ്പ്ഫുള്ളി എവ്രി വൺ എൻജോയ്സ് ദിസ് പ്രോഗ്രാം. എവ്രി വൺ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ പ്രോഗ്രാം എൻജോയ് ചെയ്യണം. വെറുതെ ഇങ്ങനെ സീറ്റിലിരുന്ന് എൻജോയ് ചെയ്യലല്ല. നമ്മളൊക്കെ കോളേജ് ലൈഫിൽ കണ്ടിട്ടില്ലേ, ആട്ടവും പാട്ടവും എല്ലാവരും പാർട്ടിസിപ്പൻസിന് നിങ്ങൾ ഓഡിയൻസിൻ്റെ വക ഒരു ഇൻസ്പിറേഷൻ, അതായത് നിങ്ങളുടെ വൈബാണ് ഈ പറഞ്ഞ പാർട്ടിസിപ്പൻസിനും കിട്ടുന്നത്. നിങ്ങളുടെ ക്ലാപ്പുകളിലൂടെയും നിങ്ങളുടെ വിളികളിലൂടെയും അവർക്ക് കിട്ടുന്ന ആ വൈബ് അത് വീണ്ടും നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. ലെറ്റ്സ് ട്രൈ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ടു എവ്രി വൺ. താങ്ക് യു. I cordially invite our Zonal Manager Sri Pradeep Ranjan Paul for the inaugural address. So good morning everyone. नहीं आ रहा है? अरे भाई, today we have to enjoy, okay? No tension, nothing else. So that smile and enthusiasm should be there, okay? Nothing to be worried. We have to enjoy the day. That is the motto of this day, okay? So, respected Mr. Sanil Kumar ji, Mr. Sandeep Kumar, and Natarajan ji, and Ajit, and my colleague. Again, one good morning to you all. So, finally we are here, okay? So, sincerely, my pleasure and joy to stand before you to initiate a big beginning. That is called legacy. That is the first time we are conducting a cultural meet of Daksha 2026. Okay. So after formation of zone, this is the first time. Initial 2023-24 we have started, but we could not able to complete it. Only sports meet we could complete. So 24, due to Wayanad landslide, we could not able to start. But this time, it's a beginning. How it has started, I can share with you all. Actually, we got the invitation from the Bankers Club to participate in cricket tournament. Okay, for that only meeting has started. During that process, it came to that we should conduct the sports and cultural meet. So that cricket team, we have participated, team led by Mr. Abhijit, and we are second runner. So big round of applause. Okay. Maybe people are not knowing, Abhijit is working in SMECC Center. Okay. Good part we have given, our team has given. So it was a semi-final match. It was a tie. We lost the match in the, which over that called? Super over, okay. It was a great match, okay. So there it was started. Then we have conducted last week sports meet. My compliments to, congratulations to all the winners.
and those who have participated also. We thought 40, actually we have booked only 40 launch. Okay. So we thought that it will not exceed 40, but it has exceeded. 50, 60 people have come. Okay, that is a great thing. And ladies' participation also, it was good this time. So finally, we came to here. Behind this, actually, lot of background work has been done. So my sincere thanks, apart from the whoever is sitting in the dais, okay, leave aside, okay. So first is the Abhijit, General Secretary of the Welfare Committee, Arun from the Housing Finance Branch, and Gokul. They have worked, but they have worked tirelessly to make it happen. So it was a great effort by all, more particularly all 3 persons. Okay, they have tirelessly worked for this event. Okay. So finally we have to rock and roll today. No fear, nothing else. Okay. I need everybody's participation. Okay. Almost only participants are there. Good to see you. All of these audiences and my colleagues. Still, staffs are coming. That is good to hear. When it has started, I thought it will not cross 50. Okay, but it is nearing, or now it is 100. We are expecting 150. It's a beginning. Today we have to show that message, the way we will enjoy, that message should spread, that next time onwards, it should be a full house. We have to set an example this time, because this is the beginning. So next time onwards, it should be full house, and it's a great gift, because I am a sports passionate, frankly speaking. At this type of event, I used to like it. Okay. So whenever first also I have joined, we have started that one, but we could not complete. But always I want, my heart sports is there. Okay. So this type of event, it should happen once in a year to relax our mind. And apart from that is get-togetherness. That we will know each other, that togetherness, that feeling, it will come. So for that purpose only we are here. So let us enjoy it. Only my sincere thanks to you all who have come, maybe far off places. I think I have seen only Putanpidika. Shobha is there, far off places. Anybody is there? All are from the Ernakulam. So still people are coming. Sincere thanks to you all for joining this great event. Let us make it a great event by rock and roll. Okay, thank you all. So already festivities has begun by, it's a nice prayer sung by our colleague, and lighting of lamp. So thank you all for giving a sweet gift before I leave, because this time I am going to go out of this zone. So this is a nice gift given by my colleague. Okay, thank you all. Thank you. താങ്ക് യു സാർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഡെപ്യൂട്ടി സോണൽ മാനേജർ ശ്രീ എസ് നടരാജനെ ക്ഷണിക്കുന്നു. Respected Zonal Manager Pradeep Ranjan Paul sir, General Secretary of Officer Association Sanil sir, General Secretary of Staff Union Mr. Sandeep Narayanan, and Mr. Ajit HR, and all the staff welfare committee members. So good morning one and all. So usually this kind of gathering we used to see in, as far as bank is concerned, we used to meet only in a review meeting or some other training program. But today we are sitting for the cultural program. So there is no bank, no business, no target discussion going to happen here. So only thing is, we need to enjoy the day and we need to celebrate, and we need to encourage all the participants who are going to participate in all these events.
So once again, I am welcoming you all for this Daksha 2026. And at the same time, we are in a banking campus, and we need to, college campus, and we need to ensure that, discipline should be there inside the campus. We should maintain that neat and cleanliness also. That is our responsibility. So that's what from my side. So welcome you one and all. So let's celebrate the Daksha 2026. Thank you. താങ്ക് യു സർ. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ഓഫീസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ജി സനൽകുമാർ സാറിനെ ക്ഷണിക്കുന്നു. Respected Zonal Manager Pradeep sir, Deputy Zonal Manager Nadraj sir, HR Head Ajit, General Secretary of Staff Union Sri Sandeep Narayan, President of Staff Union Madam Hemlata, and my dear colleagues, mostly from the Ernakulam district. All the three speakers has covered what is the purpose of today's meeting. You know that this is the first cultural event conducted by our zone since its inception. It is really a nice initiative by our zonal manager Pradeep sir, because I checked with many zones where this 2 lakh rupees funds is already received. None of them have taken such an initiative, because mostly people are concentrated on sports activities. Cultural program, maybe because of the difficulty in conducting that program, that is the reason why most of them are concentrated on sports activities. But I remember way back in 2015, some cultural program not by the staff members has taken place in Ernakulam. Perhaps Asha and our Rose Bowl and Deepa may be knowing, because I remember those three are there in that function. During that time, Anand sir was a zonal manager. It was purely an outside, outside party has conducted that program. Barring that, last 2 years, on behalf of association, we have conducted a cultural program at Trivandrum. Really, it was a wonderful day of program, because in 2023 it has started. 24 we could not do it due to Kalpetta landslide. And last Onam, I think they had named it as Nakshatra. 2023 it has started, and 2025 excellent program. Because there not only staff member, all the family members were also invited for that function. I really enjoyed that function. And now, after going through that photos and all, I think our zonal manager was also inspired. And that's the reason why he immediately called the welfare committee, and we thought it's better to conduct since he is completing his tenure here. So one thing I can say that your last 3 years as a zonal head, I can say it's a wonderful tenure. No zonal manager can match to that, I will tell you, sir. Because this much branches we had opened, it is because of the initiative you have taken actually. Because unlike in Trivandrum, you must have observed that not much branches has been getting opened. Here, every month there is a branch opening, and thanks to our CSD head Abhilash also. And today's program, I am not taking much of your time. Of course, we people are masters in opening savings account, current account, and credit account, and sometimes even we are masters in going through the problematic accounts also. But today, I am definitely sure that there will be some new talent account being opened today, because there may be a hidden talents, because people are not getting the opportunity to perform. And that too, performing in front of your colleagues is very difficult, rather than attending a review meeting, I believe. So, thanks to the
welfare committee, and thanks to the committee who has arranged, because to conduct a program in a bank, particularly cultural activity, is very difficult. Why? Because there were too many suggestions, first thing, and to get volunteers also is very difficult. So by looking at this, I think these people have done a wonderful arrangement actually. Anyway, thanks for the arrangement and wish you all success in this cultural event. Okay. താങ്ക് യു സർ. ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ സന്ദീപ് നാരായണനെ ക്ഷണിക്കുന്നു. റെസ്പെക്റ്റഡ് സോണൽ മാനേജർ ശ്രീ പ്രദീപ് രഞ്ജൻ പോൾ, ഡെപ്യൂട്ടി സോണൽ മാനേജർ ശ്രീ നടരാജൻ സർ, സീനിയർ മാനേജർ HRD ശ്രീ അജിത് സർ, ഓഫീസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ സനിൽ സർ, വൈസ് പ്രസിഡൻറ്റ് ഹേമലത, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കുടുംബാംഗങ്ങളെ, ഇന്ന് വളരെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ നമ്മുടെ സോണിൻ്റെ ഒരു കൾച്ചറൽ പ്രോഗ്രാം നമ്മളിന്നിവിടെ സംഘടിപ്പിക്കുകയാണ്. ആ കൾച്ചറൽ പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി നിരവധിയായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ബാങ്കിൻ്റെ എറണാകുളം സോണൽ സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നിരവധി മീറ്റിങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുകയും ആ മീറ്റിങ്ങുകളുടെ എല്ലാം ചർച്ചയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്പോർട്സ് കമ്മിറ്റി മീറ്റിങ്ങും കൾച്ചറൽ മീറ്റും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി നമ്മൾ സ്പോർട്സ് വളരെ മനോഹരമായിട്ട് നടത്തിയിരുന്നു. 50-60ഓളം ആളുകൾ വന്ന് ബാഡ്മിൻ്റനും ചെസ്സും ക്യാരംസും എല്ലാം വളരെ മനോഹരമായിട്ട് സംഘടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു കൾച്ചറൽ മീറ്റിൽ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന്. നിരവധി പ്രോഗ്രാമുകൾ നമുക്ക് വന്നു. ഒരു 32ഓളം പ്രോഗ്രാം നമുക്ക് ഇന്നുണ്ട്. വൈകിട്ടൊരു 4-4:30 തീർക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ, ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അച്ചടക്കത്തോടുകൂടെ ഇന്ന് സംഘടിപ്പിച്ച് എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 180-190ഓളം ആളുകൾ ഇന്ന് എത്തിച്ചേരുമെന്ന് നമ്മളോട് അറിയിച്ചിട്ടുള്ളതാണ്, ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അവരൊക്കെ വഴിയെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് പ്രോഗ്രാം ഇവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ളതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ തയ്യാറാവാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ പോകാതെ ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകളെല്ലാം കാണാനായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവണം എന്ന് കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിരവധി ആളുകൾ ഈ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇതിനകത്ത് കഷ്ടപ്പെട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വില നൽകുന്നത് പോലെയാണ് നമ്മളുടെ പ്രോഗ്രാമുകളുടെ എൻട്രി നമുക്ക് വന്നത്. ഇനി മുഴുവൻ സമയമുള്ള നിങ്ങളുടെ പാർട്ടിസിപ്പേഷനോടുകൂടെ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം സോണിൻ്റെ കൾച്ചറൽ മീറ്റ് നമ്മൾ നാമകരണം ചെയ്ത ദക്ഷ 2026 വളരെ മനോഹരമായിട്ട് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വലിയ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. കൃതജ്ഞത രേഖപ്പെടുത്താനായി ശ്രീ രാജേഷ് KR ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സോണൽ മാനേജർ ശ്രീ പ്രദീപ് രഞ്ജൻ പോൾ സർ, ഡെപ്യൂട്ടി സോണൽ മാനേജർ നടരാജൻ സർ, അജിത് സർ, ഓഫീസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സനൽകുമാർ സർ, ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറി സന്ദീപ് നാരായൺ, പ്രിയ സഹപ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ കൾച്ചറൽ മീറ്റിൻ്റെ ഉദ്ഘാടന വേദിയിൽ എല്ലാവർക്കും നന്ദി പറയാനുള്ള അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കൾച്ചറൽ പ്രോഗ്രാം നമ്മുടെ ഇടയിലുള്ള കലാകാരന്മാർക്ക് പ്രോത്സാഹനവും അതുപോലെ നമ്മുടെ ഓഫീസ് അന്തരീക്ഷം വളരെ സന്തോഷകരമായി തീർക്കുവാനും നമ്മളുടെ ബന്ധങ്ങളെയൊക്കെ ഊട്ടിയുറപ്പിക്കുവാനുമാകട്ടെ സഹായമാകട്ടെ. അതുപോലെ ഇനിയും ഇതുപോലുള്ള കൾച്ചറൽ മീറ്റുകൾ ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇന്നത്തെ ഈ കൾച്ചറൽ മീറ്റ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട സോണൽ മാനേജർ ശ്രീ പ്രദീപ് രഞ്ജൻ പോൾ സാറിന് എൻ്റെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രോഗ്രാം
ഇത്രയും മനോഹരമായി സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഇവിടെ ആശംസ അറിയിച്ച ഡെപ്യൂട്ടി സോണൽ മാനേജർ നടരാജൻ സാറിനും വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. സ്വാഗതം ആശംസിച്ച അജിത് സാറിനും വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ഓഫീസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സനൽകുമാർ സാറിനും ബാങ്ക് ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി സന്ദീപ് നാരായൺ സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അവരുടെ ദീർഘവീക്ഷണത്തോടുകൂടിയും ചിട്ടയായ പ്രവർത്തനത്തോടും കൂടി തന്നെയാണ് നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അവരെടുത്ത എഫേർട്ടിനും താങ്ക് യു. അടുത്തതായി ഇവിടെ ഇന്നത്തെ വേദി സജീവമാക്കാൻ പോകുന്ന നമ്മുടെ കലാകാരന്മാർ, വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും അതൊക്കെ പെർഫോം ചെയ്യാൻ പോകുന്നതും നമ്മളൊക്കെ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് അത് ഏറ്റുവാങ്ങാൻ പോകുന്നതൊക്കെ. അവർക്കും കൂടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ എത്തിയ വളരെ ദൂരെ നിന്ന് വരെ ട്രാവൽ ചെയ്ത് വന്ന നമ്മുടെ ഒട്ടേറെ സഹപ്രവർത്തകരുണ്ട്. അവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. സാറൊക്കെ പറഞ്ഞ പോലെ ഇന്നലെ രാത്രിയൊക്കെ അരുൺ, ഗോകുൽ, അതുപോലെ ഓരോ ഈ നമ്മുടെ സ്ട്രൈക്ക് ദിവസങ്ങളിൽ തന്നെ രാത്രി 8 മണി വരെയൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ഇരുന്ന് ഓരോ ബ്രാഞ്ചുകളിലും എന്തൊക്കെ പ്രോഗ്രാമുണ്ട്, അതുപോലെ അവരുടെ ഇന്ന് ഡാറ്റ കളക്ട് ചെയ്ത് ഒരു വീഡിയോ സ്ട്രീം തന്നെ അതിനുവേണ്ടി തയ്യാറാക്കിയ ശ്രീനാഥ്, ജിതിൻ, കൂടാതെ ഞാൻ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഉദ്ഘാടന ചടങ്ങ് സമാപിക്കുന്നു.